Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ണൂരപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. കണ്ണൂരപ്പം എന്നും വെള്ളക്കാരപ്പം എന്നും പഞ്ചാരപ്പം എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളക്കാരപ്പം എന്നാണ് പറയാറ്, അല്ലെങ്കിൽ പഞ്ചസാരക്കാര അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഇത് സാധാരണ ഉണ്ടാക്കുന്നത് അരിയൊക്കെ ഒരു 4 മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് അതിനുശേഷം അരച്ച് 8 മണിക്കൂറൊക്കെ ഒന്ന് അരച്ച മാവ് 8 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് ഇത് സാധാരണയായിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാറ്. അതിൽ തന്നെ മൈദയും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാറുണ്ട്. ഇതങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ മൈദയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ, അതുപോലെ തന്നെ 8 മണിക്കൂറൊന്നും അരച്ചതിന് ശേഷം മാവ് മാറ്റി വെക്കാതെയൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു അരമണിക്കൂറൊന്ന് വെച്ചിട്ട് നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. 8 മണിക്കൂറൊന്നും മാറ്റി വെക്കുന്നില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണിത്. ഉള്ളിലൊക്കെ നല്ലൊരു ആര് പോലെ വന്നിട്ടുള്ള നല്ലൊരപ്പം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു 2 കപ്പ് തന്നെ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ്. 1 കപ്പാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് അരിയും 1 കപ്പ് ചോറും എടുത്താൽ മതി. ഇവിടെ ഞാൻ 2 കപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് 2 കപ്പ് അരിയും 2 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറും അരിയൊക്കെ കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് മുഴുവനായിട്ട് ഒന്നിച്ചിട്ട് അരക്കാൻ പറ്റില്ല. 2 ഗ്ലാസ് അരിയും 2 ഗ്ലാസ് ചോറുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 3 തവണയായിട്ടാണ് ഞാനിവിടെ അരക്കുന്നത്. ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇപ്പോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് അരച്ച് നോക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് അരക്കുന്നത്. ഈ പഞ്ചസാരൻ്റെയും ചോറിൻ്റെയൊക്കെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റിൽ വേണം ഇത് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയൊക്കെ മെൽട്ടായി വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആവുമല്ലോ, അതിൽ വേണം ഈ അരി അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് അങ്ങനെ ഒന്ന് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. ഈ കട്ടിയായ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളമല്ല ആഡ് ചെയ്യുന്നത്, കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അരച്ചാൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇനി ഇതാ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. പഞ്ചസാരയിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരച്ച മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള അരി കൂടി ഒന്ന് അരച്ചെടുക്കാം. അത് ഇതുപോലെ തന്നെ പച്ചരിയും ചോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പം ടോട്ടൽ 2 ഗ്ലാസ് അരിക്കും 2 ഗ്ലാസ് ചോറിനും കൂടി ഞാൻ 20 ടേബിൾ സ്പൂണ് 20 വലിയ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ 1 കപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് അരിയും 1 കപ്പ് ചോറും പിന്നെ ഒരു 10 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു മധുരം കിട്ടുന്നുണ്ട്. പഞ്ചസാര ആദ്യം ഒരു 8 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കി അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മാവൊക്കെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. നമ്മളിത് 3 തവണയായിട്ടാണല്ലോ അരച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് കറുത്ത എള്ളാണ്, അത് കഴുകി എടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ണൂരപ്പത്തിന് അങ്ങനെ സാധാരണ എല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങനെ എള്ളൊന്നും ചേർക്കാറില്ല. പക്ഷെ നമ്മുടെ നാട്ടിലിങ്ങനെ എള്ളൊക്കെ ചേർത്തിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ റെസിപ്പിയൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ടേസ്റ്റൊക്കെ ഏകദേശം
സെയിം ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ എള്ളൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. അതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഇത്താത്തയാണ്. ഇത്താത്ത ഉണ്ടാക്കിയ ഫോട്ടോയും റെസിപ്പിയൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് വീഡിയോ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം വേണ്ട, മധുരമുള്ള അപ്പമാണ്. അപ്പം ഉപ്പ് അധികം വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ വേണം. കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കാറ്. അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്, സൺഫ്ലവർ ഓയിലിനേക്കാളും. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂണ് മാവ് ഒഴിച്ച് നമുക്കിതൊന്ന് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. എന്താ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണുള്ളത്. ഇനി ഒരു പാകത്തിനാണ് വേണ്ടത്, എങ്കിൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു ആര് പോലെയൊക്കെ വരുള്ളൂ. നമുക്കിനി ഓരോ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സെൻട്രൽ ഭാഗമൊക്കെ ഇങ്ങനെ പൊങ്ങി പുറത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ടാവും. അതൊക്കെ അപ്പം തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് നമുക്ക് രാവിലത്തെ ചായൻ്റെ കൂടെയും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയൊക്കെ ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത്. നമ്മുടെ കണ്ണൂർ മിക്കവാറും എല്ലാ ബേക്കറികളിലും അതുപോലെ തന്നെ ചായക്കടകളിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ കണ്ണൂരുകാരുടെ ഈ കണ്ണൂരപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിലൊരപ്പം ഒന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ, ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ലൊരു ആര് പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.